ഹലോ മക്കളെ, അപ്പൊ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. പോപ്പുലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. പോപ്പുലേഷൻ നമ്മൾ എന്തിനാണ് ഇത്ര സീരിയസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസസ്സസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് ഓർ ഗ്രോത്ത്. പോപ്പുലേഷൻ ചേഞ്ചില് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തില് എന്തൊക്കെ പ്രോസസ്സസ് ആണ് ഇൻവോൾവ് ആവുന്നത്. സോ processes of population or change or growth ആണ് നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. So there are three main processes of change of population. നമ്മൾ പറഞ്ഞു അല്ലെ, എന്തൊക്കെയാണ്? ബർത്ത് റേറ്റ് ഉണ്ട്, ഡെത്ത് റേറ്റ് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്. മൂന്ന് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ബർത്ത് റേറ്റ് ഉണ്ട്, ഡെത്ത് റേറ്റ് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്. മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു, ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷനിലേക്ക് ആഡ് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോപ്പുലേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാള് പുറത്തേക്ക് അല്ലെ, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ the natural increase of population is the difference between birth rate and death rate. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം, മൈഗ്രേഷൻ എന്ന് പറയുന്നതല്ല, നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ആൾക്കാർ ജനിക്കുന്നു, ആൾക്കാർ മരിക്കുന്നു അല്ലെ. ആൾക്കാർ ജനിക്കുന്നു, ആൾക്കാർ മരിക്കുന്നു. അത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. സോ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങള് ബർത്തുമുണ്ട്, ഡെത്തുമുണ്ട്. അപ്പം നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറയുന്നത്, നാച്ചുറൽ ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് അല്ലെ. ബർത്ത് ജനന നിരക്കും മരണ നിരക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ജനിക്കുന്നതിന്റെ റേറ്റും മരിക്കുന്നതിന്റെ റേറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അതാണ് നാച്ചുറൽ ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ബർത്ത് റേറ്റ് എന്താണ്? ബർത്ത് റേറ്റ് പഠിക്കണേ മക്കളെ. ബർത്ത് റേറ്റ് എന്താ, ഡെത്ത് റേറ്റ് എന്താന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. സോ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബർത്ത് റേറ്റ് ഈസ് ദി നമ്പർ ഓഫ് ലൈവ് ബർത്ത്. ജീവനുള്ള കുട്ടികൾ ജനിക്കണം, അതായത് ആ കുട്ടി നമുക്കൊരു എണ്ണമായിട്ട് കിട്ടണം അല്ലെ. നമ്പർ ഓഫ് ലൈവ് ബർത്ത് ആയിരിക്കണം. സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കുട്ടി മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ലൈവ് ബർത്തിൽ കൂട്ടൂല. അപ്പൊ നമുക്ക് പോപ്പുലേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് ആണ്. ആ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇസ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 persons in a year. ഒരു വർഷത്തില് 1000 ആൾക്കാരില് എത്ര എന്താണ് നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഉണ്ടായി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. സോ ബർത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 persons in a year. ഒരു 1000 personsൽ എത്ര ലൈവ് ബർത്ത് ഉണ്ടായി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ മേജർ കോമ്പണന്റ് ഓഫ് ഗ്രോത്ത്. അത് ഗ്രോത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. ബിക്കോസ് ഇൻ ഇന്ത്യ ദ ബർത്ത് റേറ്റ് ഹാവ് always been higher than death rate. ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയില് ബർത്ത് റേറ്റ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും ഡെത്ത് റേറ്റിനേക്കാളും കൂടുതലാണ്. അതെന്താ മക്കളെ അങ്ങനെ? ബർത്ത് റേറ്റ് ആണ് ഇന്ത്യയില് ഡെത്ത് റേറ്റിനേക്കാളും കൂടുതൽ എന്ന് പറയാൻ കാരണം എന്താണ്? അഫ്കോഴ്സ് നമ്മളുടെ ഹയർ ഹെൽത്ത് ഫെസിലിറ്റീസ് തന്നെയാണ് അല്ലെ. നമ്മള് മരണനിരക്കിനേക്കാളും കൂടുതൽ ജനന നിരക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് നമുക്ക് ലൈവ് ബർത്ത് കിട്ടുന്നുണ്ട് അല്ലെ, നമുക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഒരു ആള് ഗർഭിണിയായിട്ട് പ്രസവിക്കാനുള്ള സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യും അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് ബർത്ത് കഴിയും. ബർത്ത് കഴിയുന്ന സമയത്ത് അതിന് വേണ്ട മെഷേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ജീവനോടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്? നല്ലൊരു ഹെൽത്ത് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആഡ് ഓൺ ആവുകയാണ് അല്ലെ, പോപ്പുലേഷനിൽ ആഡ് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഒരാൾ വല്ലാതെ അസുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചോ അല്ലെ, അയാള് നല്ലൊരു ഹെൽത്ത് ഫെസിലിറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് മരിച്ചു പോകും അല്ലെ. എന്തെങ്കിലും ഒരു അസുഖമോ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കും. പക്ഷെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഫെസിലിറ്റി ഉള്ളത് കാരണം എന്താണ്? നമ്മൾ മാക്സിമം ഒരാൾ എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല? മരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. നമ്മൾ നല്ലൊരു ഹെൽത്ത് ഫെസിലിറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും ബർത്ത് റേറ്റ് ആണ് ഇന്ത്യയിൽ ഇപ്പം ഡെത്ത് റേറ്റിനേക്കാളും കൂടി നിൽക്കുന്നത്. അപ്പൊ അത് പോപ്പുലേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ മേജർ കോമ്പണന്റ് ഓഫ് ഗ്രോത്ത് because in India birth rates have always been higher than
ഡെത്ത് റേറ്റ്. ഇന്ത്യയിൽ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് ഡെത്ത് റേറ്റിനേക്കാളും എന്താണ് കൂടുതലാണ്. ഓക്കെ, സോ ഡെത്ത് റേറ്റ് ഇസ് ദി അപ്പൊ ബർത്ത് റേറ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 persons in an area. ഇനി ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് റേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെത്ത് റേറ്റ് പഠിക്കാൻ എളുപ്പ. ഡെത്ത് റേറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 persons in a year. ഓക്കെ, ഒരു ഇയറില് എന്താണ് നമ്പർ ഓഫ് ഡെത്ത് പെർ 1000, നമ്പർ ഓഫ് ബർത്ത് പെർ 1000%, നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 persons in an year. The main cause of the rate of growth of Indian population has been the rapid decline in birth rate. എന്താണ് നമ്മുടെ പോപ്പുലേഷൻ കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ബർത്ത് റേറ്റ്. ബർത്ത് റേറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. കാരണം എന്താണ് ബർത്ത് റേറ്റ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് അഡ്വാൻസ് ആയതിന്റെ ഒരു മെഷർ ആണ് കേട്ടോ അത്. ഓക്കെ, till in 1980, high birth rate and declining death rate led to a large difference between birth rate and death rate, resulting in higher rates of population growth. Since 1981, birth rates have also started declining gradually. അപ്പം 1980 നന്നായിട്ട് ഹൈ ബർത്ത് റേറ്റ് ഉണ്ടായിരുന്നു, ഡിക്ലൈനിങ് ഡെത്ത് റേറ്റ് ആയിരുന്നു. അപ്പം പോപ്പുലേഷൻ കൂടി. 1981 മുതൽ ബർത്ത് റേറ്റ് ഓൾസോ സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ്. ബർത്ത് റേറ്റ് നമ്മൾ എന്താണ് ബർത്ത് കൺട്രോൾ മെഷേഴ്സ് അല്ലെ പറഞ്ഞു, നമ്മൾ കുറച്ച് കുട്ടികളെ എന്താണ് എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ബർത്ത് റേറ്റ് ഓൾസോ സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ് ഗ്രാജുവലി, റിസൾട്ടിങ് ഇൻ എ ഗ്രാജുവൽ ഡിക്ലൈൻ ഇൻ ദി പോപ്പുലേഷൻ അല്ല കുറഞ്ഞത്, റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ത് ചെയ്തു അല്ലെ. പണ്ട് അത് വളരെ എന്താ ജിയോമെട്രിക്കൽ സീക്വൻസിൽ കൂടിക്കൊണ്ടിരുന്നപ്പം അത് ഒന്നൊന്ന് ഡൗൺ ആയി അല്ലെ. റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു. ഓക്കെ, so the third component of population growth is migration. ഏതാണ് അടുത്ത കോമ്പണന്റ് എന്ന് പറയുന്നത്? ഏതാണ്? മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ എന്താണ്? മൈഗ്രേഷൻ ഞാൻ പറഞ്ഞു അല്ലെ, നമ്മള് ഒരാൾ ഗൾഫിൽ പോവുക, UK പോവുക, അല്ലെങ്കിൽ അബ്രോഡ് പോവുക എന്ന് പറയുന്നത് മൈഗ്രേഷൻ ആണ്. നമ്മൾ ഇവിടെ അപ്പൊ പോപ്പുലേഷൻ കൗണ്ട് ആവുന്നില്ലല്ലോ. സോ മൈഗ്രേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ. അപ്പൊ മൈഗ്രേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ബർത്ത് റേറ്റ് പഠിക്കണം, ഡെത്ത് റേറ്റ് എന്താണെന്ന് പഠിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ മൈഗ്രേഷൻ എന്താണെന്നും പഠിക്കണം. മൈഗ്രേഷൻ ഇസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അക്രോസ് റീജിയൺ ആൻഡ് ടെറിട്ടറീസ്. ആൾക്കാര് റീജിയണോ ടെറിട്ടറീസിന്റെ അക്രോസ് ഉള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൈഗ്രേഷൻ ക്യാൻ ബി ഇന്റേണൽ. അപ്പം മൈഗ്രേഷൻ രണ്ട് തരത്തിലുണ്ട്. മൈഗ്രേഷന്റെ ടൈപ്പ് ഒന്ന് ഇന്റേണൽ മൈഗ്രേഷനും ഉണ്ട്, ഇന്റേണൽ മൈഗ്രേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഏതുമുണ്ട്? ഇന്റർനാഷണൽ മൈഗ്രേഷനും ഉണ്ട്. ഓക്കെ, ഇന്റേണൽ മൈഗ്രേഷനും ഉണ്ട്, ഇന്റർനാഷണൽ മൈഗ്രേഷനും ഉണ്ട്. ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് വിത്തിൻ ദ കൺട്രി അല്ലെ, ഒരു കൺട്രീന്റെ ഉള്ളിൽ തന്നെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺട്രി വിട്ടിട്ട് വേറൊരു കൺട്രിയിലേക്ക് പോവുക, അതാണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൈഗ്രേഷൻ രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, സോ എന്താ മൈഗ്രേഷൻ എന്ന് നമ്മൾ പറഞ്ഞത്? മൈഗ്രേഷൻ ഇസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അക്രോസ് റീജിയൺ ആൻഡ് ടെറിട്ടറീസ്. മൈഗ്രേഷൻ ക്യാൻ ബി ഇന്റേണൽ, ദാറ്റ് മീൻസ് വിത്തിൻ ദ കൺട്രി, ഓർ ഇന്റർനാഷണൽ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ കൺട്രീസ് അല്ലെ. ഓക്കെ, ഇനി ഇന്റേണൽ മൈഗ്രേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദ സൈസ് ഓഫ് പോപ്പുലേഷൻ. അപ്പം ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൈസ് ഓഫ് പോപ്പുലേഷനിൽ വ്യത്യാസം വരുത്തില്ല. ഇന്ത്യയില് 10 million ഞാൻ എക്സാമ്പിൾ ആണ്, ക്രോസ് ആൻഡ് ക്രോസ് പീപ്പിൾ ഉണ്ട്. ബട്ട് ഇന്ത്യയില് 10 million പീപ്പിൾ ആണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലുള്ള ഒരാള് തമിഴ്നാട് പോയി കഴിഞ്ഞാലും ഇന്ത്യയിലെ പോപ്പുലേഷൻ വ്യത്യാസം വരുമോ? ഇല്ല. അപ്പം ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? നമ്മുടെ പോപ്പുലേഷൻ സൈസില് വ്യത്യാസം വരുത്തില്ല. പക്ഷെ എന്തിൽ വ്യത്യാസം വരുത്തും? ഇൻഫ്ലുവൻസസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ വിത്തിൻ എ നാഷൻ അല്ലെ. നമ്മള് കേരളത്തിൽ നിന്നൊരു 1000 ആൾക്കാര് വേറൊരു കൺട്രിയിലേക്ക് പോയി എന്ന് പറഞ്ഞു, വേറൊരു സ്റ്റേറ്റിലേക്ക്, ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ 1000 ആൾക്കാർ കുറയുന്നു.
അല്ലെ? പക്ഷെ ഇന്ത്യന്റെ പോപ്പുലേഷനിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല അല്ലെ? അവര് ഇന്ത്യയിൽ തന്നെയുള്ള വേറൊരു സ്റ്റേറ്റിലേക്കാ പോയത്, തമിഴ്നാടോ കർണാടകയ്ക്കാ പോയത്. പക്ഷേ പോപ്പുലേഷനിൽ മാറൂല, പക്ഷെ പോപ്പുലേഷൻ ഡെൻസിറ്റി മാറിയില്ലേ? കേരളത്തിലെ ഡെൻസിറ്റി എടുക്കുന്ന സമയത്ത് 1000 ആൾക്കാർ കുറഞ്ഞു. അതേ ഡെൻസിറ്റി എവിടെ കൂടി? കർണാടകയിലോ തമിഴ്നാടിലോ ആണെങ്കിൽ അവിടെ നമ്മുടെ ഇവിടുന്ന് കുറയുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? ഡെൻസിറ്റി വ്യത്യാസം വരും. ഓക്കെ, സോ ആ ഒരു വ്യത്യാസം ഉണ്ട്. സോ internal migration does not change the size of the population but influences the distribution of population within the nation. ഒരു നാഷന്റെ ഉള്ളിലുള്ള ഡിസ്ട്രിബ്യൂഷനിൽ ചിലപ്പം വ്യത്യാസം വരുത്തും. Migration plays a very significant role in changing the composition and distribution of the population. മൈഗ്രേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. നേരത്തെ ആണെങ്കിൽ നമുക്ക് മൈഗ്രേഷന് വലിയൊരു ഇൻഫ്ലുവൻസ് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട് അല്ലെ, ആൾക്കാർ ഇന്റർനാഷണൽ മൈഗ്രേഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നില്ലേ, പഴയതിനേക്കാളും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പൊ മക്കൾ പഠിക്കാനാണെങ്കിൽ എല്ലാ ആൾക്കാരും ഇപ്പൊ ഇന്റർനാഷണൽ അല്ലെ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മൈഗ്രേഷൻ നമ്മളെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു. ഏതൊക്കെ കാര്യങ്ങളാ? മൈഗ്രേഷൻ പഠിച്ചു, ബർത്ത് റേറ്റ് പഠിച്ചു, ഡെത്ത് റേറ്റ് പഠിച്ചു. ഈ 3 കാര്യങ്ങളും നമ്മളുടെ പോപ്പുലേഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പഠിച്ചു. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 persons ഇൻ എ ഇയർ എത്ര നമ്പർ ഓഫ് ബർത്ത് ആണ്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 persons ഇൻ എ ഇയർ നമ്പർ ഓഫ് ഡെത്ത് ആണ്. ഇനി മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അക്രോസ് അല്ലെ, വാരിയസ് അല്ലെ, അല്ലെങ്കിൽ ടെറിട്ടറീസിന് അക്രോസ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൈഗ്രേഷൻ 2 തരത്തിലുണ്ട്, ഇന്റേണൽ ആസ് വെൽ ആസ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ഓക്കെ, ഇൻ ഇന്ത്യ മോസ്റ്റ് മൈഗ്രേഷൻ ഹാവ് ബീൻ ഫ്രം റൂറൽ ടു അർബൻ ഏരിയ. ഇന്ത്യയിലുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മൈഗ്രേഷൻസ് എല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂറൽ ടു അർബൻ ആണ്. അത് നാട്ടിൻ പ്രദേശത്ത് നിന്ന് എന്ത് ചെയ്യും? ആൾക്കാർ പട്ടണങ്ങൾ തേടി പോവുകയാണ് ചെയ്യുക. ഓക്കെ, റൂറൽ ടു അർബൻ ആണ്. എന്തുകൊണ്ടാണ്? ഓഫ് ദി പുഷ് ഫാക്ടർ ഇൻ റൂറൽ ഏരിയാസ്. അപ്പം അർബൻ ഏരിയാസിൽ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അർബൻ ഏരിയാസിൽ കൂടുതലാണ്. സോ ഈ പുഷ് ഫാക്ടർ എന്ന് പറയുന്നത് there are adverse conditions of poverty and unemployment in the rural areas അല്ലെ. റൂറൽ ഏരിയാസിൽ തൊഴിലവസരങ്ങളൊക്കെ കുറവാണ്, അവിടെ ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ഥലങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പം അർബൻ ഏരിയാസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ജോലി കൊടുക്കും. ജോലി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പേയ്മെന്റ് ഒക്കെ കൊടുക്കും അല്ലെ, അവർക്ക് സാലറി കുറച്ചൊക്കെ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? റൂറൽ ഏരിയയിൽ നിന്നും എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും? എങ്ങോട്ടേക്ക് മൈഗ്രേഷൻ നടത്തും? അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ആൻഡ് ദ പുൾ ഓഫ് ദ സിറ്റി ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ്ഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസ്. അപ്പം റൂറൽ ഏരിയാസിനെ കമ്പയർ ചെയ്യുമ്പം അർബൻ ഏരിയാസിൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും. ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസ് ഉണ്ടാവും. Migration is an important determinant of population change. It changes not only the population size but also the population composition of urban and rural population in terms of age and sex composition. അപ്പം population ഇതിലൊക്കെ എന്തുണ്ട്? ഇൻഫ്ലുവൻസ് ഉണ്ട്. Okay, so in India the rural-urban migration has resulted in a steady increase in the percentage of population in cities and towns. അപ്പം ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്തു? നിങ്ങൾ പഴയ സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, ഞാൻ പട്ടണത്തിൽ പഠിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോകും അല്ലെ. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ നിന്നും ഈ റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായി. അപ്പം ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എന്ത് ചെയ്തു? അർബൻ ഏരിയാസ് എന്തായിട്ട് മാറാൻ തുടങ്ങി? ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിട്ട് മാറാൻ തുടങ്ങി അല്ലെ. അവിടെ ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടാൻ തുടങ്ങി. Urban population has increased from 17.29% of the total population in 1951 to 27.78% in 2001. അല്ലെ, ഒരു 50 വർഷം കൊണ്ട് അല്ലെ, ഒരു 50 വർഷം കൊണ്ട് എന്താണ്? 1951 17.29% ആൾക്കാരാണ് റൂറലിൽ നിന്നും അർബനിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ
2001 അല്ലെ 50 വർഷങ്ങൾക്ക് ശേഷം 17 എന്നുള്ളത് 27 അല്ലെ 10% ഇൻക്രീസ് ആണ് ആൾക്കാർ റൂറൽ ഏരിയാസിൽ നിന്നും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അല്ലെ ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസും തേടിയിട്ട് അർബൻ ഏരിയാസിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. There has been a significant increase in the number of million plus cities അല്ലെ ചില സിറ്റീസില് എന്താണ് മില്യൺ പ്ലസ് ആൾക്കാരാണ് അല്ലെ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ആൾക്കാരാ. അപ്പൊ 10 ലക്ഷം മില്യൺ പ്ലസ് ആൾക്കാരുള്ള സിറ്റീസ് 23 നിന്നും 35 ആയിട്ട് ഉയർന്നു ഇൻ ജസ്റ്റ് 1 decade. ദാറ്റ് ഈസ് 1991 മുതൽ 2001 വരെയുള്ള വെറും ഒരു 10 വർഷം കൊണ്ട് 1 million പീപ്പിൾ ഉള്ള സിറ്റീസിന്റെ എണ്ണം 23ൽ നിന്നും എത്രയായിട്ട് മാറി മക്കളെ 35 ആയിട്ട് അല്ലെ 33 അല്ല 35 ആയിട്ട് അല്ലെ 12 നമ്പേഴ്സ് എന്ത് ചെയ്തു കൂടി. അപ്പം അതേ രീതിയിൽ നമ്മുടെ മൈഗ്രേഷൻ ഇന്ത്യയിലുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും എങ്ങനത്തെ മൈഗ്രേഷൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റൂറൽ ടു അർബൻ എന്നുള്ള മൈഗ്രേഷൻ ആണ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത്. ആ 2090s കാലഘട്ടം ഒക്കെ എന്തായാലും കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ ആണ്. ഓക്കെ ഗുഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ മൈഗ്രേഷൻ പറഞ്ഞു, ബർത്ത് റേറ്റ് പറഞ്ഞു, ഡെത്ത് റേറ്റ് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് കോമ്പസിഷൻ ആണ്. ഏജിന്റെ കോമ്പസിഷൻ. ഏജ് കോമ്പസിഷൻ. The age composition of a population refers to the number of people in different age groups in a country. Okay. Age composition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the age composition of a population refers to the number of people in different age groups in a country. ഒരു കൺട്രിയില് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ നമ്പർ, അതാണ് എന്തെന്ന് പറയുന്നത് ഏജ് കോമ്പസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ കൺട്രിയിലെ പല ഏജിലുള്ള ആൾക്കാരല്ലേ ജനിച്ച് വീണ ആ ഏജ് മുതൽ എന്താ എത്ര 60s 70s 80s 90s 100 കടന്നിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ. പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. അതിനെയാണ് ഏജ് കോമ്പസിഷൻ എന്ന് പറയുന്നത്. It is one of the most basic characteristics of a population. ഈ ഏജ് കോമ്പസിഷനും നമ്മളുടെ പോപ്പുലേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു characteristics ആണ്. To an important degree, a person's age influences what he needs, buys, does, and his capacity to perform. പ്രധാനമായിട്ടും ഒരാളുടെ ഏജ് എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് വാങ്ങിക്കണം, എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പെർഫോം ചെയ്യണം, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എന്താണ്, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്താണ്, ഇതൊക്കെ എന്താണ് ഏജ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. കാരണം എന്താ, കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ ആവശ്യം അല്ലെ. ഒരു 7 വയസ്സ് വരെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തായിരിക്കും കളിപ്പാട്ടങ്ങളോടായിരിക്കും താല്പര്യം അല്ലെ. അപ്പൊ അവരുടെ നീഡ് എന്ന് പറയുന്നത് കളിപ്പാട്ടമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബുക്സ് വേണം, നല്ല ക്ലോത്ത് വേണം, ബാഗ് വേണം അല്ലെ, യൂണിഫോം വേണം, ഇതായിരിക്കും മക്കളുടെ ആവശ്യം ഉണ്ടാവുക അല്ലെ. ഒരു 12+ years ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ പല ആവശ്യങ്ങളൊക്കെ വരും അല്ലെ. അവർ കുറച്ചും കൂടി എന്താണ് മോഡേൺ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ, എങ്ങനെയാണ് മേക്ക് ഓവർ നടത്തുന്നത് എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും അല്ലെ ആൾക്കാരെ വലിയ ആൾക്കാരെ പോലെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് വരും. പിന്നെ കുറച്ചും കൂടി ഫാമിലി ഒക്കെ സെറ്റിൽ ആയിട്ട് വരുന്ന സമയത്ത് ആ രീതിയിൽ അല്ലെ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ട സാധനങ്ങള്, ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം, അങ്ങനെയായിരിക്കും ആ ഏജ് ഗ്രൂപ്പിന്റെ നീഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഏജ്ഡ് ആവുന്ന സമയത്ത് അവരുടെ നീഡ് വേറെ ആയിരിക്കും. അപ്പം ഏജ് ഗ്രൂപ്പിനനുസരിച്ച് അല്ലെങ്കിൽ ഏജ് കോമ്പസിഷൻ അനുസരിച്ചും ആൾക്കാരുടെ എന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഹി നീഡ്സ്, ബൈസ്, ഡസ് ആൻഡ് ഹിസ് കപ്പാസിറ്റി ടു പെർഫോം. ഓക്കെ, ആൻഡ് consequently, the number and percentage of a population found within the children, working age and age group are notable determinants of the population's social and economic structure. Population of a nation is generally grouped into 3 broad categories. നമ്മുടെ നാഷന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്? ചിൽഡ്രൻ ആണ്. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി ഏതാ? ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ജനറലി ബിലോ 15 years. ഏതാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്? എന്താണ്? 15 വയസ്സിന്
താഴെയുള്ള കുട്ടികൾ, അവരെയാണ് നമ്മൾ ചിൽഡ്രൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേ ആർ എക്കണോമിക്കലി അൺപ്രൊഡക്റ്റീവ്. കുട്ടികള് എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് സമ്പാദിക്കുന്നുണ്ടോ? പൈസ കുറെ സാലറി ഒക്കെ കിട്ടുന്നുണ്ടോ മക്കൾക്ക്? ഇല്ല. അവരെ ആവശ്യം എന്ന് പറയുന്നത് അവര് സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പം അവര് എക്കണോമിക്കലി അൺപ്രൊഡക്റ്റീവ് ആണ് അല്ലെ. അവര് ജോലി ചെയ്യാനൊന്നും പാടില്ല താനും, അവര് കൂലി വാങ്ങിക്കാനൊന്നും അങ്ങനെയൊന്നും ചെയ്യാനും ഇല്ല. അപ്പം 15 എന്ന് പറയുന്ന വയസ്സിന് താഴെയുള്ള ആൾക്കാർ എന്താണ്? എക്കണോമിക്കലി അൺപ്രൊഡക്റ്റീവ് ആണ്. ആൻഡ് നീഡ് ടു ബി പ്രൊവൈഡഡ് വിത്ത്, അവർക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കൊടുക്കണം അല്ലെ. അവർ പഠിക്കുന്ന പ്രായമാണ്, വളരുന്ന പ്രായമാണ്, കുഞ്ഞു മക്കളാണെന്ന് കണ്ടിട്ട് നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ട ക്ലോത്തിങ് കൊടുക്കണം, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇനി അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് മക്കൾക്ക് എന്ത് ചെയ്യും? പാരന്റ്സ് എന്ത് ചെയ്യും? ആ മെഡിക്കൽ കെയറും കൊടുക്കണം. അപ്പം ചിൽഡ്രൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ചിൽഡ്രൻ എന്ന് പറയുന്നത് ജനറലി ബിലോ 15 years ആണ് അല്ലെ. ചിൽഡ്രൻ എന്ന് പറയുന്നത് ജനറലി ബിലോ 15 years ആണ്. ദേ ആർ എക്കണോമിക്കലി അൺപ്രൊഡക്റ്റീവ് ആൻഡ് നീഡ് ടു ബി പ്രൊവൈഡഡ് വിത്ത് ഫുഡ്, ക്ലോത്തിങ്, എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ കെയർ. നിങ്ങൾ ഈ വയസ്സ് ഓർത്ത് വെക്കണേ. 15 yearsന് താഴെയുള്ള മക്കളെയാണ് നമ്മൾ ചിൽഡ്രൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ 10 വയസ്സെന്നൊക്കെ എഴുതാൻ തോന്നും, പക്ഷെ ചിൽഡ്രൻ എന്നിവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് 15 yearsന്റെ താഴെ ഉള്ള ആൾക്കാരെയാണ്. ഇനി രണ്ടാമത്തതാണ് വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത് 15 മുതൽ 59 വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ 60 ആകുമ്പോൾ നമ്മൾ വേറെ സ്കീമിലേക്കാണ് പോകുന്നത്. അപ്പം വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത് 15 to 59 years ഓൾഡിൽ വരുന്നതാണ്. എക്കണോമിക്കലി അവർക്ക് അല്ലെ, അവർക്ക് നന്നായിട്ട് എക്സെപ്ഷൻസ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇപ്പം വയ്യാതൊരാളാണ്, മെഡിക്കേറ്റഡ് കേസ് ആണ്, അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളൊരു ജനറൽ ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് 15 to 59 years എന്ന് പറയുന്നത് വർക്കിംഗ് ഏജ് ആയിട്ടാണ് പറയുക. വർക്കിംഗ് ഏജ് ആണ്. അവര് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആണ് അല്ലെ. അവര് നന്നായിട്ട് പൈസയൊക്കെ പണിയെടുത്തിട്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. ബയോളജിക്കലി റീപ്രൊഡക്റ്റീവ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ 15 മുതൽ 59 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ദേ കംപ്രൈസ് ദ വർക്കിംഗ് പോപ്പുലേഷൻ. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് പോപ്പുലേഷൻ അല്ലെ. നമുക്ക് ജോലി ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവരാണ്. ഇനി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും, ഏജ്ഡ് എന്ന് പറയുമ്പം അബോവ് 59 years അല്ലെ, 59 വയസ്സിന് മേലെയുള്ള ആൾക്കാരെ നമ്മൾ ഏജ്ഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുത്തുന്നത്. ഏജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേ ക്യാൻ ബി എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ദോ ദേ മേ ബി റിട്ടയർഡ്. അപ്പം അവര് 59 വയസ്സാകുമ്പോൾ അല്ലെ 60 വയസ്സാകുമ്പോൾ അവര് റിട്ടയർഡ് ആയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അതിലും ആരോഗ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാത്ത ആൾക്കാർ റെസ്റ്റ് എടുക്കുകയായിരിക്കും. അപ്പൊ അവർ റിട്ടയർഡ് ആയിട്ടുണ്ടെങ്കിലും ദേ ക്യാൻ ബി എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ദോ ദേ മേ ഹാവ് റിട്ടയർഡ്. ദേ മേ ബി വർക്കിംഗ് വോളണ്ടറിലി ബട്ട് ദേ ആർ നോട്ട് അവൈലബിൾ ഫോർ എംപ്ലോയ്മെന്റ് ത്രൂ റിക്രൂട്ട്മെന്റ്. അപ്പൊ അവര് സ്വന്തമായിട്ട് അവർ വോളണ്ടറി ആയിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. The percentage of children and the aged affect the dependency ratio because these groups are not producers. അപ്പം ചിൽഡ്രനിന്റെയും ഏജ്ഡിന്റെയും അല്ലെ, ഈ ചിൽഡ്രനും ഏജും എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് കാറ്റഗറിയാണ് അല്ലെ. അപ്പൊ അവർക്ക് ചിൽഡ്രൻ എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവര് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് അല്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ, അവരുടെ പാരന്റ്സിന്റെ അടുത്ത് ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്താണ് വലിയ രീതിയിലൊരു പ്രൊഡക്ഷനോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഈ ചിൽഡ്രനും ഏജ്ഡും എപ്പോഴും ഡിപ്പെൻഡന്റ് കാറ്റഗറിയിലാണ് പെടുത്തുക. ആൻഡ് ഡിപ്പെൻഡൻസി റേഷ്യോ ബിക്കോസ് ദീസ് ഗ്രൂപ്പ്സ് ആർ നോട്ട് പ്രൊഡ്യൂസേഴ്സ്. അവര് പ്രൊഡ്യൂസേഴ്സ് അല്ലാത്തത് കൊണ്ട് അവര് ഡിപ്പെൻഡന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ക്ലാസിഫിക്കേഷനാണ് ഇപ്പൊ പഠിച്ചത്? ഏജിന്റെ ബേസിസിലുള്ള 3 ആൾക്കാരുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ചിൽഡ്രൻ എന്ന് പറയുന്നത് 15 yearsന്റെ താഴെയുള്ള ആൾക്കാരാണ്. അവര് എക്കണോമിക്കലി അൺപ്രൊഡക്റ്റീവ് ആണ്. need to be provided with the food, clothing, education and medical care. And working age എന്ന് പറയുന്നത് 15ന്റെയും 59 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാരാണ്. അവരെന്ന് പറയുന്നത് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആണ്, ബയോളജിക്കലി റീപ്രൊഡക്റ്റീവ് ആണ് ആൻഡ് കംപ്രൈസ് ദി വർക്കിംഗ് പോപ്പുലേഷൻ. അവരാണ് ജോലി ചെയ്തിട്ട് വരുമാനമൊക്കെ കൊണ്ടുവരുന്നത്. ആൻഡ് ഏജ്ഡ് എന്ന് പറയുന്നത് 59 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ്. They can be economically productive
ദോ ദേ മേ ഹാവ് റിട്ടയർഡ്. അവർ റിട്ടയർഡ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. Okay, the percentage of children and the age affect the dependency ratio because these groups are not producers. അപ്പൊ അവര് വരുന്നത് ഏജ്ഡ് ആയിക്കോട്ടെ ചിൽഡ്രൻ എന്നുള്ള ഗ്രൂപ്പ് ആയിക്കോട്ടെ അവര് വരുന്നത് ഡിപ്പെൻഡന്റ് കാറ്റഗറിയിലാണ്. ഓക്കെ, സോ ഇതാണ് ഏജിന്റെ ഒരു സ്ട്രക്ചർ. ഇന്ത്യയില് അഡൽട്ടിന്റെ എണ്ണമാണ് നമ്മൾ ഇവിടെ ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ എന്താണ് അഡൽട്ട് അല്ലെ, ഇത്രയും അഡൽട്ട് കൂടുതലാണ്. ഓക്കെ, അതായത് അഡൽട്ട് എന്ന് ഉദ്ദേശിച്ചത് വർക്കിംഗ് ക്ലാസ് ആണ് കേട്ടോ, വർക്കിംഗ് ഏജ് ആണ്. ആൻഡ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഈ 6.9% എന്ന് പറയുന്നത് എന്താണ്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഏജ്ഡ് ആൾക്കാരാണ്. ബാക്കിയുള്ളത് എത്ര പെർസെന്റേജ് ആണ്, 34.4% എന്ന് പറയുന്നത് ആരാണ്, ചിൽഡ്രൻ ആണ്. ഈ യെല്ലോ കളറ് ചിൽഡ്രൻ ആണ്. ഇതെന്ന് പറയുന്നത് വലിയ കാറ്റഗറി അല്ലെ, 58.7% എന്ന് പറയുന്നത് എന്താണ്, അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഏജിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പം 58.7% അഡൽട്ട്സ് ഉണ്ട്, 34.4% ചിൽഡ്രൻ ഉണ്ട്, 6.9% ഏജ് ഉണ്ട്. ഈ ചിൽഡ്രനെയും ഏജ്ഡും കൂടെ നമ്മൾ ഡിപ്പെൻഡൻസ് റേഷ്യോയിലാണ് പെടുത്തിയിട്ടുള്ളത്. കാരണം അവര് എന്തല്ല, അവര് പ്രൊഡ്യൂസേഴ്സ് അല്ല അല്ലെ, അവര് ഡിപ്പെൻഡന്റ് ചെയ്ത് അല്ലെ, അവര് അത്രയും പ്രൊഡക്ഷൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവര് ബാക്കിയുള്ള ആൾക്കാരെയാണ് ഇതിനു വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവര് സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സെക്സ് റേഷ്യോ. ഓക്കെ, സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്സ് റേഷ്യോ ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ ദ പോപ്പുലേഷൻ. സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1000 മെയിൽസില് എത്ര ഫീമെയിൽസ്. ഓക്കെ, 1000 മെയിൽസിന് കണക്കാക്കിയിട്ട് എത്ര ഫീമെയിൽസ് ഉണ്ട്, അതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സെക്സ് റേഷ്യോ ഇസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്, അല്ലെങ്കിൽ 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ്. അപ്പം ആരാണ് കൂടുതൽ, മെയിൽ ആണോ ഫീമെയിൽ ആണോ കൂടുതൽ, ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. This information is an important social indicator to measure the extent of equality. അല്ലെ, നമ്മൾ എത്ര ഈക്വൽ ആണ് അല്ലെ, മെയിൽ ആണോ ഫീമെയിൽ ആണോ കൂടുതലായിട്ട് ഒരു സൊസൈറ്റിയിൽ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സെക്സ് റേഷ്യോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. So this information is an important social indicator to measure the extent of equality between males and females in a society at a given time. And the sex ratio of the country has always remained unfavorable to females. Okay. ഫീമെയിൽസിന് അൺഫേവറബിൾ ആണെന്നാ പറയുന്നത്. അപ്പം ഒരു ഫാക്ട് ആണ്, കേരളത്തിന്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1058 ഫീമെയിൽസ് അല്ലെ, 1058 ഫീമെയിൽസ് ഫോർ 1000 മെയിൽസ്. പോണ്ടിച്ചേരി എത്രയാണ്, 1001 ഫീമെയിൽസ് ആണ്. ഓരോ 1000 മെയിൽസ് നോക്കുമ്പോൾ 1001 ഫീമെയിൽസ് ആണുള്ളത്. ഡൽഹിയില് എത്ര ഫീമെയിൽസേ ഉള്ളൂ, 1000 മെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ 821 ഫീമെയിൽസേ ഉള്ളൂ. ഹരിയാനയില് എത്രയാണ്, 1000 മെയിൽസ് എടുക്കുമ്പം 861 ഫീമെയിൽസ് ആണുള്ളത്. അപ്പം ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയാം, സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സെക്സ് റേഷ്യോ കേരളത്തില് 1058 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്, പോണ്ടിച്ചേരിയില് 1001 പെർ 1000 മെയിൽസ്, ഡൽഹിയില് 821 ആണ്, ഹരിയാനയില് 861 ആണ്. ഓക്കെ, അതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആണ് ലിറ്ററസി റേറ്റ്. ഓക്കെ, ലിറ്ററസി റേറ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ ഇപ്പൊ പഠിച്ചത്, നമ്മൾ ഫസ്റ്റ് എന്താ പഠിച്ചത്, ഈ ഒരു സെഷനിൽ ഫസ്റ്റ് തന്നെ നമ്മള് പഠിച്ചത് പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണെന്ന് പഠിച്ചു അല്ലെ, ഏജ് കോമ്പോസിഷൻ പഠിച്ചു. ഏജ് കോമ്പോസിഷൻ പോപ്പുലേഷൻ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലെ, മൈഗ്രേഷൻ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ഒക്കെ പഠിച്ചു. ഏജ് കോമ്പോസിഷൻ പഠിച്ചു, വർക്കിംഗ് ഏജ് എന്താണ്, അല്ലെങ്കിൽ ചിൽഡ്രൻ എന്താണ്, ഏജ് എന്താണ്, ഏജ്ഡ് എന്താണെന്ന് പഠിച്ചു. നമ്മള് സെക്സ് റേഷ്യോവും പഠിച്ചു അല്ലെ. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന കാര്യമാണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ആയിട്ട് നോക്കുന്നതാണ് ലിറ്ററസി റേറ്റ്. എന്താ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ലിറ്ററസി is a very important quality of a population. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിറ്ററസി എന്ന് പറയുന്നത്. Obviously, only an informed and educated citizen can make intelligent choices and undertake research and development projects. അല്ലെ, കുറച്ച് നമുക്കൊരു എന്താണ് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇന്റലിജൻസിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ തന്നെ അതിന് ലിറ്ററസിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും അല്ലെ. So, low levels of literacy are a serious obstacle for economic improvement. അപ്പൊ നമുക്ക് ലിറ്ററസി കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു തകർച്ചയാണ് അതല്ലേ. ആൾക്കാരെ എന്തുകൊണ്ടാണ് എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? ലെറ്റേഴ്സ് എഴുതാൻ പഠിക്കണം, കൂട്ടി വായിക്കാൻ പഠിക്കണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ഒരു ഗ്രോത്ത് ആണ് ലിറ്ററസി കാണിക്കുന്നത് അല്ലെ. അപ്പം ഇല്ലിറ്ററേറ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു പരാജയമാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒബ്സ്റ്റാക്കിൾ ആണ് ഫോർ എക്കണോമിക് ഇംപ്രൂവ്മെന്റ് അല്ലെ. According to the census of 2001, a person aged 7 years and above who can read and write with understanding in any language is treated as literate. ഏതെങ്കിലും ഒരു ഭാഷ അല്ല, അത് വായിക്കാനും എഴുതാനും കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിറ്ററേറ്റ് എന്ന് പറയുന്നത്. There has been a steady improvement in the literacy levels in India. ഇന്ത്യയിലെ ആദ്യത്തെ കാലത്തുള്ള ആൾക്കാർ അല്ലെ, പഴയ ആൾക്കാരൊക്കെ നിങ്ങൾ നോക്കിയാൽ മീൻസ് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, കുറെ പഴയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് എഡ്യൂക്കേഷനിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അവര് പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാളും എന്ത് ചെയ്യുക, ജോലി ചെയ്തിട്ട് അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പൊ കൃഷിയായിട്ട് റിലേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃഷിയുടെ മേഖലയിൽ മക്കളെ കൊണ്ടുവന്ന് അവർക്ക് കുറച്ച് ദിവസക്കൂലിയൊക്കെ വാങ്ങിപ്പിച്ച് അങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. അവരാരും സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവരതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ലിറ്ററസി എന്ന് പറയുന്ന ഒരു കാര്യം അവർ അത്രയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്കൂളില് എന്താണ് ലിറ്ററസിന്റെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് നമ്മുടെ നാഷണൽ ഗവൺമെന്റ്സ് മനസ്സിലാക്കുകയും സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ, സ്കൂളിൽ ഉച്ചയ്ക്ക് ഫുഡ് തരാം എന്നൊക്കെ പറഞ്ഞ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഒക്കെ കൊണ്ടുവന്ന് ഭക്ഷണം കാണിച്ചിട്ട് അങ്ങനെ എന്താണ് ഭക്ഷണം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ കുറെ ആൾക്കാർ പോവാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ലിറ്ററസി റേറ്റ് കൂട്ടി ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എന്താണ് നല്ല ലിറ്ററേറ്റ് ആയിട്ട് അല്ലെ എല്ലാ ആൾക്കാർക്കും എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. And the literacy rate in the country as per the census of 2001 is 64.84%, 75.26% for males and 53.67% for females. അപ്പൊ നമ്മുടെ കേരളമൊക്കെ ആണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് 100% ലിറ്ററേറ്റ് ആണ് അല്ലെ. ഇപ്പം ഇത് 2001 ഒരു കണക്കാണ് 64.84 അല്ലെ. 60% മേലെയൊക്കെ ലിറ്ററേറ്റ് ആയിട്ടുണ്ട്. അവിടെയും നിങ്ങൾ നോക്കണം, അവിടെയും ഒരു ഇൻഇക്വാലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിറ്ററേറ്റ് ആയിട്ടുള്ളതിൽ തന്നെയും 75.26% മെയിൽസ് ആണ് അല്ലെ. ഫീമെയിൽസിന് എന്താണ് 53 അല്ലെ, അറൌണ്ട് 20% ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റുന്നുണ്ട്. 53.67% ഫോർ ഫീമെയിൽസ് ആൻഡ് 75.26% ഫോർ മെയിൽസ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യം, ഒന്ന് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്, ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു, എന്താണ് മൈഗ്രേഷൻ ഉണ്ട്, ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏജിന്റെ ക്ലാസിഫിക്കേഷൻ, ഏജ് കോമ്പോസിഷൻ നോക്കി ഏജിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, എന്താണ് ചിൽഡ്രൻ ഉണ്ട്, വർക്കിംഗ് ഏജ് ഉണ്ട്, അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്സ് റേഷ്യോ നോക്കി അല്ലെ. അപ്പം ലിറ്ററസി റേറ്റ് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എഡ്യൂക്കേഷനൊക്കെ കുറച്ചും കൂടെ പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.